ഒരു നിധിവേട്ടയുടെ കഥ പറയാം. കുറച്ചു പേർ ഒരു നിധി അന്വേഷിച്ചിറങ്ങുന്നു. അവരത് കണ്ടെത്തുന്നു. എന്നാൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരുവൾ ആ നിധിപ്പെട്ടിയോടൊപ്പം അതിൻ്റെ താക്കോലും കണ്ടെത്തിയിരുന്നു. പക്ഷേ ചരിത്ര പുസ്തകത്തിൽ ഈ നിധിവേട്ട രചിക്കപ്പെട്ടപ്പോൾ അവളുടെ പേരിന് തെളിച്ചം കുറവായിരുന്നു. വർഷം 1962. ബ്രിട്ടീഷ് മോളിക്കുലാർ ബയോളജിസ്റ്റും ബയോഫിസിസ്റ്റുമായ ഫ്രാൻസിസ് ഹാരി കോംപ്ടൺ ക്രിക്ക് എന്ന ഫ്രാൻസിസ് ക്രിക്കും അമേരിക്കൻ മോളിക്കുലാർ ബയോളജിസ്റ്റും സുവോളജിസ്റ്റുമായ ജെയിംസ് ഡേവി വാട്സണും സ്വീഡൻ്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ ശാസ്ത്രലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച തങ്ങളുടെ പ്രബന്ധ അവതരണത്തിനായി തയ്യാറായി നിൽക്കുന്നു. മോറിസ് വിൽക്കിൻസ് എന്ന ബയോഫിസിസ്റ്റും ഒപ്പമുണ്ട്. മാനവരാശിക്ക് നൽകിയ മഹത്തായ സംഭാവനയ്ക്ക് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ നൊബേൽ ലഭിച്ചതിൻ്റെ അഭിമാന തിളക്കം അവരുടെ മുഖത്ത് ദൃശ്യമായിരുന്നു. ജീവജാലങ്ങളുടെ ജനിതക വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതും വരുന്ന തലമുറകളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനും കാരണമായ DNA എന്ന ചുരുക്കപ്പേരിൽ വിളിക്കപ്പെടുന്ന ഡിയോക്സിറൈബോ ന്യൂക്ലിക് ആസിഡിൻ്റെ രാസഭൗതിക ഘടന കണ്ടെത്തി ജീവശാസ്ത്ര രംഗത്ത് പ്രവചനാതീതമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ച് പുരസ്കാരപ്രഭയിൽ മൂവരും മിന്നി നിൽക്കുമ്പോൾ, പക്ഷേ തൻ്റെ ജീവനും ജീവിതവും DNA സ്ട്രക്ചറിൻ്റെ പഠനത്തിന് വേണ്ടി ഹോമിച്ച ഒരു 37-കാരിയുടെ തേങ്ങൽ ആരും കേൾക്കാതെ പോയി. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ പുരുഷ മേധാവിത്വത്തിൻ്റെ അതിപ്രസരമുണ്ടായിരുന്ന പ്രവർത്തന മേഖലയിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ, ഒരുപക്ഷെ മനഃപൂർവ്വം അവഗണിക്കപ്പെട്ട റോസലിൻഡ് ഫ്രാങ്ക്ലിൻ്റെ DNA അന്വേഷണങ്ങളിലേക്ക് പോകാം. 1920 ലണ്ടൻ നഗരത്തിൽ ജനിച്ച റോസലിൻഡ് എൽസി ഫ്രാങ്ക്ലിൻ നന്നേ ചെറിയ പ്രായം മുതൽക്കേ തന്നെ പഠനത്തിൽ ബഹുമിടുക്കിയായിരുന്നു. ഭാവിയിൽ അവൾ തന്നെ ഒരു ശാസ്ത്രജ്ഞയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള സ്വപ്നങ്ങൾ കാണുമായിരുന്നു. എന്നാൽ പെൺകുട്ടികൾ ശാസ്ത്ര പരീക്ഷണങ്ങളുടെ പാത തിരഞ്ഞെടുത്തിരുന്നത് അത്ര സാധാരണമായി കണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നില്ല ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത്. എന്നിരുന്നാൽ കൂടിയും അവൾക്ക് ശക്തമായ ഒരു അഭിനിവേശം സയൻസ് സബ്ജക്റ്റുകളോട് ഉണ്ടായിരുന്നു. കേംബ്രിഡ്ജ് സ്കോളർഷിപ്പ് നേടി അവൾ തൻ്റെ പഠനം മുൻപോട്ട് കൊണ്ടുപോയി. രസതന്ത്രമായിരുന്നു തിരഞ്ഞെടുത്തിരുന്ന വിഷയം. അവിടെ നിന്നും PhD കരസ്ഥമാക്കിയ റോസലിൻഡ് തുടർന്ന് കൽക്കരി അഥവാ കോളിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഗവേഷണവുമായി തിരക്കിലാകുന്നു. ഈ പഠനം വഴി തെളിയിച്ചത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പട്ടാളക്കാർ ഉപയോഗിച്ച ഗ്യാസ് മാസ്കുകളുടെ നിർമ്മാണത്തിലേക്കാണ്. 1951 DNA സംബന്ധിച്ച് ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ സംസാരങ്ങളും സംശയങ്ങളും തലപൊക്കിയിരുന്ന കാലമായിരുന്നു അത്. റോസലിൻഡ് എക്സ്റേ ടെക്നോളജി ഉപയോഗിച്ച് DNA-യുടെ ഘടനയെക്കുറിച്ച് പഠിക്കുവാൻ കിംസ് കോളേജിൽ ചേരുന്നു. വളരെ മികച്ച രീതിയിൽ ഒരു എക്സ്റേ ലാബ് അവൾ സജ്ജീകരിക്കുന്നു. എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി മെത്തേഡാണ് DNA പഠനത്തിന് അവൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ക്രിസ്റ്റലിലേക്ക് എക്സ്റേ പതിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഒബ്സർവ് ചെയ്ത് ഈ പാറ്റേണിലൂടെ ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുന്ന രീതി. DNA ഒരു ടിപ്പിക്കൽ ക്രിസ്റ്റൽ അല്ലെങ്കിൽ കൂടിയും തൻ്റെ പരീക്ഷണത്തിന് ആവശ്യമായ രീതിയിൽ അതിനെ ഉപയോഗിക്കുവാനുള്ള വിവേകവും സാമർഥ്യവും അവൾക്കുണ്ടായിരുന്നു. റെയ്മണ്ട് ഗോസ്ലിൻ എന്ന യുവ വിദ്യാർത്ഥിയുടെ സഹായത്തോടെ DNA-യുടെ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഫോട്ടോഗ്രാഫ് എടുക്കുക എന്നതായിരുന്നു അടുത്ത നീക്കം. എന്നാൽ ലാബിന് പുറത്തെ അന്തരീക്ഷം റോസലിൻഡിന് അത്ര അനുകൂലമായിരുന്നില്ല. ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ശാസ്ത്രജ്ഞ ഒറ്റപ്പെട്ടുകൊണ്ടേയിരുന്നു. സഹപ്രവർത്തകനും സൂപ്പർവൈസറുമായിരുന്ന മോറിസ് വിൽക്കിൻസുമായി വഴക്കുകൂടുന്നത് പതിവായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, വിൽക്കിൻസിന് റോസലിൻഡിന് ഒരു അസിസ്റ്റന്റ് നൽകുന്ന പരിഗണന പോലും നൽകുവാൻ സാധിച്ചിരുന്നില്ല. ഈ അവഗണനകൾക്ക് നടുവിലും 100 മണിക്കൂറുകൾ ചിലവഴിച്ച് അവൾ നിരവധി ഫോട്ടോഗ്രാഫുകൾ എടുത്തു. അത് സൂക്ഷ്മമായി വിശകലനം ചെയ്തു. ഒടുവിൽ 51ാമത്തെ ആ ഫോട്ടോഗ്രാഫ് റോസലിൻഡിന് വൻ പ്രതീക്ഷകൾ നൽകുന്ന ഒന്നായിരുന്നു. ഫോട്ടോ 51. ഇതിൽ നിന്നും ഒരു ചുറ്റുഗോവണിയുടെ മാതൃകയിലുള്ള DNA-യുടെ രൂപഘടന ഏറെക്കുറെ അവൾക്ക് മനസ്സിലാകുന്നു. എന്നാൽ ഇതിനൊരു മാത്തമാറ്റിക്കൽ ഇൻ്റർപ്രട്ടേഷൻ കൊടുക്കുന്നതിനുള്ള തുടർ പഠനത്തിനായി തൽക്കാലം ഈ ഫോട്ടോ 51 മാറ്റിവെക്കുന്നു. ഇതേസമയം റോസലിൻഡിൻ്റെ സഹായി റെയ്മണ്ട് ഗോസ്ലിങ്ങിൽ നിന്നും മോറിസ് വിൽക്കിൻസ് ഈ വിവരങ്ങൾ അറിയുന്നു. റോസലിൻഡുമായി അത്ര നല്ല രസത്തിലല്ലായിരുന്ന മോറിസ് വിൽക്കിൻസ് കിങ്സ് കോളേജിൽ സന്ദർശനത്തിനെത്തുന്ന ജെയിംസ് വാട്സണ് ഫോട്ടോ 51ഉം മറ്റ് ഡേറ്റകളും കാണിച്ചു കൊടുക്കുന്നു. DNA പഠനത്തിൽ തലപുകഞ്ഞിരുന്ന വാട്സണും ക്രിക്കിനും ഇതൊരു ജാക്ക്പോട്ട് മൊമെൻ്റ് ആയിരുന്നു. തങ്ങൾ നാളുകൾക്ക് മുമ്പേ ആരംഭിച്ച ഗവേഷണത്തിന് വെല്ലുവിളിയായി ഒരു പെണ്ണ്,
അവൾ DNA ഫോട്ടോഗ്രാഫ് എടുത്തിരിക്കുന്നു. ഇത് ഇരുവർക്കും വലിയ ഷോക്കായിരുന്നു. ഇനിയും വൈകരുതെന്നുറച്ച് റോസലൻഡ് കുറിച്ചിട്ട ഡേറ്റയുമായി വാട്സണും ക്രിക്കും തങ്ങളുടെ DNA മോഡലിൻ്റെ ഫൈനൽ പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നു. ഒരു ജിക്സോ പസിൽ പോലെ തങ്ങൾക്ക് വേണ്ട മിസ്സിംഗ് പീസ് അവർ റോസലൻഡിൻ്റെ കുറിപ്പുകളിൽ നിന്നും കണ്ടെത്തി. വാട്സണും ക്രിക്കും 1953 തങ്ങളുടെ DNA മോഡൽ പബ്ലിഷ് ചെയ്യുന്നു. ഇതേ സമയം തന്നെ കണക്കുകൂട്ടലുകൾ പൂർത്തിയാക്കിയ റോസലിൻഡും തൻ്റെ മാതൃകയുമായി മുന്നോട്ട് വരുന്നു. പക്ഷേ വാട്സൺ ക്രിക്ക് DNA മോഡലിനെ പിന്തുണയ്ക്കുന്ന ഒരു രേഖയായി മാത്രമേ റോസലിൻഡിൻ്റെ DNA മോഡലിനെ ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞുള്ളൂ. 1962 വാട്സണും ക്രിക്കും വിൽക്കിൻസും നൊബേൽ സമ്മാനം ഏറ്റുവാങ്ങുമ്പോൾ പക്ഷേ അതിന് സാക്ഷ്യം വഹിക്കുവാൻ റോസലിൻഡ് ജീവനോടെ ഇല്ലായിരുന്നു. തൻ്റെ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം ഏറെ പങ്കുവഹിച്ച എക്സ്റേ റേഡിയേഷൻ തന്നെയായിരുന്നു അവൾക്ക് വില്ലനായും അവതരിച്ചത്. റേഡിയോ ആക്റ്റീവ് എലമെൻറ്റുകൾ ലോകത്തിന് പരിചയപ്പെടുത്തി ഒടുവിൽ അതേ റേഡിയോ ആക്റ്റീവ് എക്സ്പോഷർ മൂലം മരണപ്പെട്ട മേഡം ക്യൂറിയെ പോലെ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാതെയുള്ള തുടർച്ചയായ എക്സ്റേ പരീക്ഷണങ്ങൾ റോസലിൻഡിനെ ഒരു ഓവേറിയൻ ക്യാൻസർ പേഷ്യൻ്റാക്കി മാറ്റിയിരുന്നു. രോഗാവസ്ഥയിലും അവൾ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. വൈറസുകളെക്കുറിച്ചുള്ള തൻ്റെ കണ്ടെത്തലുകൾ മുഴുവനായും ലോകത്തെ അറിയിക്കുന്നതിനു മുൻപ് അവൾ മരണത്തിന് കീഴടങ്ങി. രോഗം ശരീരത്തിലേൽപ്പിക്കുന്ന ബുദ്ധിമുട്ടുകളേക്കാൾ തൻ്റെ പുതിയ അറിവുകൾ, പുത്തൻ നിരീക്ഷണങ്ങൾ അവയുടെ ചിന്താഭാരമായിരുന്നിരിക്കാം അവസാന നിമിഷങ്ങളിൽ അവളെ അസ്വസ്ഥയാക്കിയിരുന്നത്. ദി ഡാർക്ക് ലേഡി ഓഫ് DNA എന്ന് സഹപ്രവർത്തകർ ഒരൽപ്പം പുച്ഛത്തോടെ വിളിച്ചിരുന്ന റോസലിൻഡ് ഫ്രാങ്ക്ലിൻ തൻ്റെ പ്രിയപ്പെട്ട ഫോട്ടോ 51 ചോർത്തപ്പെട്ടിരുന്നു എന്ന് അറിയാതെയാവാം 1958 പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്ക് വിടവാങ്ങിയത്.